എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ഈ വാക്യം വ്യക്തമായിട്ട് ഒരു ദൈവ പൈതലിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ട 3 എതിരികളെയും അവയിൽ നിന്ന് കർത്താവ് നമ്മെ തന്റെ രക്തത്താൽ വിടുതൽ ചെയ്തതിനെയും അല്ലെങ്കിൽ അതിലൊരു ജയം നമുക്ക് പകർന്നതിനെയും പറ്റിയാണ് ഈ ഒരു ഭാഗം, ഈ ഒരു ചില ആദ്യം മുതലുള്ള എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യം മുതലുള്ള ചില വാക്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. എന്നാൽ ഈ ഒരു വാക്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു 3 കാര്യങ്ങൾ മനസ്സിലാവും. 1, ലോകത്തിന്റെ കാലഗതി. 2, ആകാശത്തിലെ അധികാരം. 3, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അപ്പൊ അടുത്ത വാക്യം കൂടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ 3 കാര്യമാണ്. 1, ലോകം. 2, ആകാശത്തിലെ അധികാരം. ഇവിടെ ഇംഗ്ലീഷിൽ അത് പറയുന്നത് പ്രിൻസ് ഓഫ് പവർ എന്നാണ്. അപ്പോൾ അതൊരു വ്യക്തിയെ കാണിക്കുന്നതായിട്ടാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പിശാചിന്റെ ശക്തിയായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. 3, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്. അത് തുടർന്നുള്ള വാക്യത്തിൽ നിന്ന് നമുക്ക് അടുത്ത വാക്യം നമ്മൾ വായിച്ചതിൽ നിന്നും കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് നമ്മുടെ പാപജഡത്തിൽ, നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മെ പാപത്തിലേക്ക് വീഴിക്കാൻ അതിന്റെ സ്വാധീനത്താൽ പലപ്പോഴും ശ്രമിക്കുന്ന ജഡത്തിന്റെ ശക്തിയാണ്, പാപജഡത്തിന്റെ ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും. പാപത്തിന്റെ ശക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും എതിരുകളായിട്ടുള്ളപ്പോൾ തന്നെ അവയെ ജയിക്കുവാൻ കർത്താവ് നമുക്ക് തന്റെ ആത്മാവിനെ പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോ ഈ ജയിക്കേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾ അതിനെ ജയിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. അപ്പം ഇന്ന് നമുക്ക് ഈ 3 വിഷയങ്ങളും എടുക്കാൻ സമയമില്ല. ഈവൻ ലോകം എന്നുള്ള വിഷയം തന്നെ വളരെ വിശാലമാണ്. ഞാനത് ഏറ്റവും ചുരുക്കി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതും ഇന്നുകൊണ്ട് അവസാനിക്കാൻ കഴിയത്തില്ല. അതിന്റെ ചില ലക്ഷണങ്ങൾ എന്താണ് ലോകം, അതിന്റെ ചില അടയാളങ്ങൾ നമ്മൾ കാണുകയും അടുത്ത ആഴ്ച അതിനെപ്പറ്റി കൂടുതലായിട്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് അവ കടന്നു വന്നത്, എവിടെയാണ് അതിന്റെ തുടക്കം എന്ന് തുടങ്ങിയ ചില വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നത് പൂർണ്ണമാക്കുവാൻ സാധിക്കത്തില്ല, എങ്കിലും നമ്മൾ കേൾക്കുന്നതിന്റെ ഒരു പൂർത്തീകരണം ഇന്ന് നമുക്ക് ചെയ്യാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ലോകം എന്നുള്ളൊരു വാക്ക് നമുക്കിവിടെ കാണും. ലോകം എന്ന് മാത്രമല്ല, ലോകത്തിന്റെ കാലഗതി, അതായത് ഇംഗ്ലീഷിൽ അത് പറയുന്ന കോഴ്സ് ഓഫ് ദിസ് വേൾഡ് എന്ന ലോകം സഞ്ചരിക്കുന്ന ഒരു ഗതി. അപ്പൊ അത് മുമ്പേ ഉള്ള നമ്മുടെ പ്രകൃതത്തിന്റെ ഭാഗമായിരുന്നു, അല്ലാതെ ക്രിസ്തുവിൽ വന്നതിന് ശേഷമുള്ളതല്ല. മുമ്പേ നമ്മൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നപ്പോൾ അവിടെ നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു ലോകത്തിന്റെ കാലഗതി നമ്മളിലുണ്ട്. അങ്ങനെ ഒരു ശക്തിയുണ്ട്. അതെന്താണെന്നാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വേഗം തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ മറ്റു ചില വാക്യങ്ങളിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ചില ഇംഗ്ലീഷ് പരിഭാഷകളിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. ഡു നോട്ട് ബി കൺഫോം ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന്റെ ചില പാറ്റേൺ, ചില ക്രമങ്ങളുണ്ട്, ചില രീതികളുണ്ട്.
അതിനോട് നമ്മൾ ചേർന്ന് പോകരുത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകമെന്ന ഒരു വാക്ക് പല നിലകളിൽ ദൈവവചനത്തിൽ പല അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്തിലെ സകല മനുഷ്യരെ കാണിക്കുവാൻ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യത്തിൽ പറയുന്ന പോലെ അവിടെ ദൈവം തന്റെ ഏകജാതന പുത്രനെ അവനിൽ വിശ്വസിക്കുന്ന എവരും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതും ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവം അവിടെ ലോകത്തെ സ്നേഹിച്ചതായിട്ട് പറയുന്നുണ്ട്. അത് മാനവജാതിയെയാണ്, മനുഷ്യനെയാണ്. ഇനിയും ചില ഭാഗങ്ങളിൽ ലോകം എന്ന വാക്ക് സൃഷ്ടിയെ, ഈ ഭൂമിയെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാറുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ലോകത്തിന്റെ ഒരു ക്രമത്തെ പറ്റിയാണ് പറയുന്നത്, ലോകത്തിന്റെ ഒരു പാറ്റേൺ. അതെന്താണെന്നാണ് നാം മനസ്സിലാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിന്റെ ആ പാറ്റേൺ, ലോകത്തിന്റെ ആ ക്രമം ദൈവഹിതത്തിന് നേരെ വിപരീതമാണ്. കാരണം ഇവിടെ ഈ വാക്യം തന്നെ പറയുന്നുണ്ട്, ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പൊ ലോകത്തിന് അനുരൂപമാകുന്നതിന് നേരെ വിപരീതമായ കാര്യമായി ദൈവഹിതം തിരിച്ചറിയണമെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വേഗം നമ്മൾ അടുത്ത 1-2 വാക്യങ്ങളിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ യാക്കോബിന്റെ ലേഖനം 4-ാം വാക്യത്തിൽ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നാണ് പറയുന്നത്. ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീർന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ലോകം എന്ന് പറയുന്നത് കൃത്യമായിട്ടും ദൈവം സ്നേഹിച്ചു, പുത്രനെ നൽകി സ്നേഹിച്ചു എന്ന് പറയുന്ന ലോകത്തെ പറ്റിയല്ല. ഇവിടെ ഏതോ ഒരു ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ അത് ദൈവത്തോടുള്ള ശത്രുത്വമാണെന്നും ലോകത്തിന്റെ സ്നേഹിതനായി നാം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിനായിട്ട് നമ്മൾ താല്പര്യപ്പെട്ടാൽ, ഇച്ഛിച്ചാൽ ദൈവത്തിന്റെ ശത്രുവായി നാം മാറും. അപ്പൊ ലോകത്തിന്റെ ഏതോ ഒരു പാറ്റേണിനോട്, ഏതോ ഒരു ഭാവത്തോട് ദൈവവചനം കൃത്യമായി വിയോജിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാകും. അത് മനസ്സിലാക്കാനാണ് നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മുടെ പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ, ഇവിടെ 1 യോഹന്നാൻ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കരുത്, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ഇത് തന്നെ ഏകദേശം ഇത് തന്നെയാണ് നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ കണ്ടത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ലോകത്തെ സ്നേഹിക്കുന്നവനിൽ പിതാവിന്റെ സ്നേഹമില്ല, ദൈവത്തിന്റെ സ്നേഹം അവന്റെ ഉള്ളിലില്ല. അപ്പൊ ലോകത്തെ സ്നേഹിക്കുന്നവനിൽ ദൈവസ്നേഹം വസിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വാക്യത്തിൽ നമ്മൾ പറയുക, മനസ്സിലാക്കുക. ഇനിയും അടുത്ത വാക്യം ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ പറയുന്നുണ്ട് എന്താണ് ലോകത്തിൽ ഉള്ളത്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിനുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രയാകുന്നു. സോ ഇവിടെ ഒരു ക്ലിയർ ആയിട്ട്, ഒരു പക്ഷേ ബൈബിളിലുള്ളതിൽ വളരെ വ്യക്തമായിട്ട് ഈ ലോകത്തിൽ നിന്നുള്ളത് എന്താണെന്ന് കാണിക്കുന്ന ഒരു വാക്യമാണിത്. എന്താണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ വാക്യമാണ് നമ്മൾ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ ഈ ലോകം, പാപം അല്ലെങ്കിൽ പാപജഡം, പിശാച് എന്നൊക്കെ പറയുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും മിക്സായിട്ട് അല്ലെങ്കിൽ കൂടി കലർന്നു കിടക്കുന്നതാണ്. അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ചില സമയങ്ങളിൽ പ്രയാസമാണെങ്കിൽ പോലും ഈ ലോകത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ പാപജഡത്തിൽ നിന്നും പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ശരിക്കും ലോകം എന്താണെന്ന് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാനോ വെളിയിൽ കൊണ്ടുവരാനോ കഴിയത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ജഡമോഹം എന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ജഡത്തിൽ നിന്ന്, അർത്ഥാൽ പാപജഡത്തിൽ നിന്ന് കടന്നു വരുന്ന മോഹങ്ങൾ, അത് പല നിലകളിലുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, പാപജഡത്തിൽ നിന്ന് കടന്നു വരുന്ന മോഹം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം വരുമ്പോൾ
ലൈംഗിക പാപങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുമെങ്കിലും അതിൽ നിന്ന് വേറിട്ട് മാറ്റി നിർത്തിക്കൊണ്ട്, അത് നമുക്ക് അടുത്ത ജഡത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാം. എന്നാൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ലോകത്തെ നമ്മൾ കാണുമ്പോൾ അതിനൊരു വ്യക്തമായ ഒരു ആംഗിൾ ഉണ്ട്. അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ലോകത്തിലുള്ളത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ള എല്ലാം പിതാവിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നല്ല, അത് ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ഇനി നമ്മൾ ഈ വിഷയത്തെ പറ്റി കൂടുതൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 2-3 വാക്യത്തിൽ നിന്ന് കണ്ട്, ഇത് ലോകം മുന്നോട്ട് പോകുന്ന ഒരു ക്രമമാണ്. കോഴ്സ് ഓഫ് ദിസ് വേൾഡ്, ഇതൊരു ലോകത്തിന്റെ ഗതിയാണ്, ഇത് ലോകത്തിന്റെ ഒരു പാറ്റേൺ ആണ്, ഒരു ക്രമമാണ്, ഒരു രീതിയാണ് ഇവിടെ ദൈവവചനം എതിർക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ. എന്താണ് ആ പാറ്റേൺ? ആ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം വ്യക്തികളായിട്ടും മുഴുവൻ മാനവരാശി എന്ന നിലയിലും മനുഷ്യന്റെ മുന്നോട്ട് ഉള്ള പോക്കിന്, അല്ലെങ്കിൽ മനുഷ്യന്റെ മുന്നോട്ടുള്ള ഗതിക്ക് പ്രചോദനമാകുന്നത് എന്ത്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രേരണയാകുന്നത് എന്ത് എന്നുള്ളൊരു ചോദ്യമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എവിടുന്നാണ്, അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിലാണ്, എന്തിനെ അടിസ്ഥാനമാക്കിയാണ് വ്യക്തികളായിട്ടും മാനവരാശിയായിട്ടും നമ്മുടെ ഈ ലോകം മുന്നോട്ട് പോകുന്നതെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏതെങ്കിലും വസ്തുക്കളെ നമ്മൾ പൂർണ്ണമായിട്ട് വർജിക്കണമെന്നോ, അല്ലെങ്കിൽ ഒരു സാധാരണ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ അനേകങ്ങളുണ്ട്, ലോകത്തിന്റെ പുരോഗതിയുണ്ട്, ഇതിനെയൊക്കെ പൂർണ്ണമായിട്ട് എതിർക്കണമെന്നോ, അല്ലെങ്കിൽ ഇതൊന്നും ദൈവഹിതപ്രകാരമോ ദൈവത്തിന്റെ ഗൈഡൻസ് പ്രകാരമോ ഉണ്ടാകുന്നതല്ല എന്നൊന്നും അല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ദിശ, അതായത് ലോകത്തിന്റെ പുരോഗതിയുടെ, ലോകത്തിന്റെ മുന്നേറ്റത്തിന്റെ ഒക്കെ ഒരു ദിശ, അതിന്റെ ലക്ഷ്യം, അതിന്റെ പിന്നിലെ എന്താ പറയുന്നത്, ഡയറക്ഷൻ, ഓറിയന്റേഷൻ എന്നൊക്കെ പറയും, അതെങ്ങോട്ടാണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം. എന്തിലേക്കാണ്, അല്ലെങ്കിൽ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. നമ്മൾ കുറച്ചു മുമ്പുള്ള വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, ദൈവഹിതത്തിന് വിരുദ്ധമാണ് ലോകത്തിന്റെ പാറ്റേൺ. 2, ദൈവസ്നേഹത്തിൽ നിന്നുളവാകുന്നതല്ല ലോകത്തിന്റെ പാറ്റേൺ. ഇത് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞു. എന്നാൽ പലപ്പോഴും ഈ ലോകമെന്നുള്ളത് നമുക്ക് പിടിതരാതെ, ചിലപ്പം മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളിലൊക്കെ, നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ പ്രസംഗങ്ങളിലും ഒക്കെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും കടന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാകുന്നത്. ഇനിയും ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, എന്താണ് ലോകമെന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മൾ ഓരോ വിഷയത്തോടും ചോദിക്കണം. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പുരോഗതി, അതിന്റെ അടിസ്ഥാനത്തെ നമ്മൾ ചില ചോദ്യങ്ങൾ കൊണ്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് ഇത് ആരുടെ അധികാരത്തിന്റെ കീഴിലാണ്, ആരുടെ തീരുമാനത്താലാണ് ഇവിടെ പുരോഗതികൾ, അല്ലെ മുന്നോട്ട്, ഈ ലോകത്തിന്റെ മുന്നോട്ട് പോക്ക് സംഭവിക്കുന്നത്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഇതാരുടെ നിയന്ത്രണത്തിലാണ് സംഭവിക്കുന്നത്? ആർക്കാണ് ഇത് പേരുണ്ടാക്കി തരുന്നത്? നമുക്കറിയാം, ബാബേൽ ഗോപുരം പണിയുമ്പോൾ വരുവീൻ നാം നമുക്കൊരു പേരുണ്ടാക്കത്തക്കവണ്ണം അതിനെ പണിയാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് ആ വിഷയമൊക്കെ നമുക്ക് ഒരുപക്ഷെ അടുത്ത ആഴ്ച നമുക്ക് കുറച്ചുകൂടെ ചിന്തിക്കാൻ കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മഹത്വം ആരുടെ എന്നുള്ളതാണ്. ദൈവത്തിനാണോ മഹത്വം പോകുന്നത്, അതോ മാനവരാശിക്ക്, മനുഷ്യനാണോ മഹത്വം പോകുന്നത്? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളെ നോക്കി ചോദിക്കേണ്ട കാര്യം. എവിടെയാണ് മഹത്വം? കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്റെ മഹത്വത്തിനാണ്. നാം തന്റെ മഹത്വത്തിനാകേണ്ടതിനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ ഈ സൃഷ്ടിയുടെ പിന്നിൽ ദൈവത്തിന്റെ മഹത്വം ഉള്ളപ്പോൾ യഥാർത്ഥത്തിൽ നാം നമുക്ക് ചുറ്റും കാണുന്ന പല കാര്യങ്ങളുടെയും മഹത്വം ആരുടെ പേരിലാണ്, എന്തിനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മഹത്വം എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും
അടിസ്ഥാനമായ ഒരു ചോദ്യം എന്നുള്ളത്. അപ്പോൾ ഇതിനെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തെ മുൻനിർത്താതെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ മനുഷ്യന്റെ വ്യക്തിപരമായ ജീവിതവും സാമൂഹ്യമായ പുരോഗതിയും മനുഷ്യന്റെ ഇഷ്ടപ്രകാരം, മനുഷ്യന്റെ അധികാരത്തിൽ, മനുഷ്യന്റെ കൺട്രോളിൽ മുന്നോട്ട് പോവുകയും ആത്യന്തികമായി ദൈവത്തിനുള്ള മഹത്വത്തെക്കാൾ മാനവരാശി മഹത്വം എടുക്കുകയും ചെയ്യുന്ന ഒരു ക്രമമാണ് ലോകത്തിൽ വർക്ക് ചെയ്യുന്നത്. ആ ഒരു അധർമ്മത്തിന്റെ മർമ്മം ലോകത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് കാണാം. അത് നമുക്ക് പൊളിറ്റിക്സിൽ കാണാം, രാഷ്ട്രീയത്തിൽ, സാമ്പത്തികത്തിൽ, എന്താ പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ സാമ്പത്തികമായ മുന്നേറ്റങ്ങളിൽ, സാമൂഹികമായ കാര്യങ്ങളിലെല്ലാം ഈ ഒരു വിഷയം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. നമ്മൾ ഈ ലോകത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ, അതായത് സാമൂഹ്യമായിട്ടാണെങ്കിലും സാമ്പത്തിക മേഖലകളിൽ, സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഈ ലോകത്തിന്റെ മുന്നേറ്റത്തെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ ലോകത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള ചില പ്രത്യേക രീതികൾ, ചില പ്രത്യേക സ്വഭാവങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ശരിക്കും ഞാനുണ്ടല്ലോ, ഇത് ഈ ഒരു ഭാഗം, ഞാൻ ഇപ്പം പറയുന്ന ഭാഗം, ഞാൻ ശരിക്കും എനിക്കിതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ലാത്തത് കൊണ്ട്, ഞാൻ ഇന്നത്തെ കാലത്ത് AI-യുടെ ഒക്കെ കാലമാണല്ലോ, ഞാൻ അതിനകത്ത് ഈ ചോദ്യം ഇതുപോലെ ഇട്ടു. ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഇന്നത്തെ ലോകത്തെ ഡെവലപ്മെന്റ്, പുരോഗതി, അതിൻ്റെ വളർച്ച ഒക്കെ നിർണയിക്കുന്നത് മനുഷ്യനിലെ എന്തൊക്കെ സ്വഭാവങ്ങൾ, എന്തൊക്കെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ്. ഓരോ മനുഷ്യനിലുമുള്ള സ്വാഭാവികമായി നമ്മളിലുള്ള ചില സ്വാഭാവിക സ്വഭാവങ്ങൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ലോകത്തിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലവും നിലനിൽക്കുന്നതെന്ന് ആ ഭാഗം ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് അവർ തന്ന ഉത്തരത്തിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ആ ഉത്തരം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം അതിനെനിക്ക് തന്ന ഒരു 6-7 കൂട്ടം കാര്യങ്ങളുണ്ട്. ഞാനതൊന്ന് പെട്ടെന്ന് പറയാം. ഒന്ന്, സെൽഫ് ഇൻട്രസ്റ്റ്, സ്വാർത്ഥത. 2, നമ്മുടെ സുരക്ഷിതത്വത്തിനായിട്ടുള്ള ആഗ്രഹം, താല്പര്യം. 3, മത്സരം, കോമ്പറ്റീഷൻ. 4, അംഗീകാരത്തിനായിട്ടുള്ള ആഗ്രഹം, സ്റ്റാറ്റസിനും അംഗീകാരത്തിനുമായിട്ടുള്ള ആഗ്രഹം. 4, നമ്മുടേതായ അച്ചീവ്മെന്റ്സ്, നമ്മുടെ നേട്ടങ്ങൾ. അവസാനം ഉപഭോഗം, അതിനായിട്ടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഉപഭോക്തൃ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതിനായിട്ടുള്ള ഒരു താല്പര്യം. ഈ ബേസിക് ആയിട്ടുള്ള മാനുഷിക താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് ഇന്നത്തെ ലോകം മുഴുവൻ പടുത്തുയർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ ഈ സിസ്റ്റം മുഴുവൻ വർക്ക് ചെയ്യുന്നതെന്ന് ഇത് ഒരു പ്രാസംഗികൻ എന്നോട് പറഞ്ഞതല്ല, AI എനിക്ക് തന്ന ലിസ്റ്റായത്. ഞാനിത് ഒരു ബൈബിൾ ക്ലാസ്സിന് വേണ്ടി എടുത്ത ലിസ്റ്റൊന്നുമല്ല, അല്ലാതെ ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഈ ഒരു വാക്യവുമായിട്ട് ഇത് എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്ന് തന്നെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാരണം 1-ാം നൂറ്റാണ്ടിൽ യോഹന്നാൻ അപ്പോസ്തോലൻ എഴുതിയ ഈ 3 കൂട്ടം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിങ്ങനെ 3 കൂട്ടം വിഷയങ്ങൾക്ക് ദൈവവചനം വളരെ ശക്തമായിട്ടുള്ള അടിസ്ഥാനം, ഈ എന്താണ് ലോകത്തിന്റെ ക്രമം എന്നുള്ളത് നമ്മളെ ദൈവവചനത്തിൽ നിന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോഴും, അടുത്ത ആഴ്ച നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ ദൈവം അനുവദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ലോകത്തിന്റെ ഒരു ജ്ഞാനപ്രകാരം, അല്ലെങ്കിൽ ലോകം തന്നെ മനസ്സിലാക്കി വെച്ചത് പ്രകാരം ഈ 3 വിഷയങ്ങളിലേക്ക് നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ചുരുക്കാം. ഞാനിപ്പം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ 3 കാര്യങ്ങളായിട്ട് ചുരുക്കാൻ പറ്റും. അപ്പൊ ഞാൻ അതിലേക്കാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരിക്കലും മനുഷ്യന്റെ മുന്നേറ്റത്തിനെതിരോ അല്ലെങ്കിൽ ഒരു
ലോകത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെതിരായിട്ടൊന്നും അല്ല ഞാൻ ഈ സംസാരിക്കുവാനൊന്നും ആഗ്രഹിക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ സ്വാഭാവികമായി നമ്മളിലുള്ള പല പല വിഷയങ്ങളെ തന്നെയാണ് പറയുന്നത്. മനുഷ്യൻ എല്ലാവർക്കും ഉള്ള ചില വിഷയങ്ങളെ പറ്റി. നമ്മളാണല്ലോ ഇപ്പം തന്നെ നമുക്ക് സ്വയമായിട്ടുള്ള ഇൻട്രസ്റ്റ്, സെൽഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന ചില പല കാര്യങ്ങളും ഉണ്ട്. അത് എന്താ പറയുന്നത്, നേട്ടങ്ങൾക്കായിട്ടുള്ള ആഗ്രഹം അല്ലെങ്കിൽ അംഗീകാരത്തിനുള്ള ആഗ്രഹം, ഇതൊക്കെ സ്വാഭാവികമായി മനുഷ്യനിലുള്ള കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഒരു ദിശ, ഇതെങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നതെന്നുള്ളത്, ദൈവത്തിലേക്കാണോ നമ്മുടെ നോട്ടം കൊണ്ടുപോകുന്നത്, ദൈവത്തിലുള്ള ആശ്രയത്തിലേക്കാണോ നമ്മളെ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മെ ഫോക്കസ് ചെയ്യാൻ ഇത് അനുവദിക്കുന്നുണ്ടോ, അതോ നമ്മുടെ സുഖങ്ങളിലേക്ക്, നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക്, നമ്മുടെ താല്പര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ വലിച്ചുകൊണ്ട് പോവുകയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ ഇന്ന് ഞാൻ ഈ 3 വിഷയങ്ങളെയാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഡിസയേഴ്സ് ഓഫ് ദ ഫ്ലഷ്, ജഡമോഹം. ജഡമോഹം എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് അതിനെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡത്തിന്റെ, അതായത് നമ്മുടെ ശരീരത്തിന്റെ, ഞാൻ ആ പാപ ജഡം എന്നുള്ള വാക്ക് വിടുകയാണ്, നമ്മുടെ ശരീരത്തിന്റെ സന്തോഷം, നമ്മുടെ ഉള്ളിലെ എന്താ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെ താല്പര്യങ്ങൾ, അതിനായിട്ടുള്ള ഒരു അമിതമായ ആഗ്രഹം. അതെങ്ങനെയൊക്കെയാ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സുഖവും സന്തോഷവും. ഏത് വിഷയത്തിലുമുള്ള സുഖവും സന്തോഷവുമുള്ള അതിനായിട്ടുള്ള ഒരു അന്വേഷണം. നമ്മുടെ സന്തോഷത്തിന്, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഓറിയന്റേഷൻ, നമ്മുടെ ജഡത്തിന്റെ സുഖത്തിന്. 2, സെക്യൂരിറ്റി, അതായത് നമ്മുടെ സുരക്ഷിതത്വം മുൻനിർത്തി പല കാര്യങ്ങൾ, അതായത് നമ്മൾ സുരക്ഷിതത്വം മുൻനിർത്തി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി, നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് വേണ്ടി. ഇന്നത്തെ ലോകത്തിൽ നമുക്കറിയാം, ബാങ്കിങ് ആണെങ്കിലും ഇൻഷുറൻസ് ആയിരുന്നാലും പെൻഷൻ ആയിരുന്നാലും ഇതൊക്കെ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അസറ്റുകൾ വാങ്ങിക്കൂട്ടുന്നതായിരുന്നാലും പൊസഷനുകൾ ഇതെല്ലാം മനുഷ്യന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് മനുഷ്യൻ ഇതെല്ലാം ചെയ്യുന്നത്. മനുഷ്യന്റെ നാളെ എന്താകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് പലരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 3-ാമതെന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പേ പറഞ്ഞാൽ ഉപഭോക്തൃ സംസ്കാരം, കൺസ്യൂമറിസം എന്ന് പറയും. അതിന്റെ ഒരർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ അനേക കാര്യങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ നാം തൃപ്തി കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ, ഈ ലോകത്തുള്ള വിവിധ തരമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ അനുഭവിക്കുന്നതിൽ തൃപ്തി കണ്ടെത്തുകയാണ്. അങ്ങനെ അതിനായിട്ടുള്ളൊരു ദാഹം, ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാകും. ഇതെല്ലാം നമ്മുടെ ജഡത്തിന്റെ അഭിലാഷങ്ങളാണ്. ജഡത്തിന്റെ അഭിലാഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ജഡത്തിന് വേണ്ടിയാണ്, ജഡത്തിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി, ജഡത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ആണ് ഇതെല്ലാം നടക്കുന്നത്. ഞാൻ ചില വാക്യങ്ങളിലൂടെ അത് ഒന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. ഇവിടെ സഭാപ്രസംഗി 5:10 നമുക്കറിയാം, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല, അത് മായ അത്രേ. അത് ഇവിടെ തന്നെ കണ്ടില്ല, നമ്മൾ എത്ര കിട്ടിയാലും തൃപ്തി വരുന്നില്ല, എത്ര ലഭിച്ചാലും തൃപ്തി വരുന്നില്ല. അത് ഈ കംഫർട്ടിന്റെ, അല്ലെങ്കിൽ നമ്മുടെ സുഖത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ലക്ഷണമാണത്. എത്ര കിട്ടിയിട്ടും തൃപ്തിയാകാൻ കഴിയാത്തൊരവസ്ഥ. 2, 1 തീമോഥെയോസ് 6:9 വാക്യം, ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരും. ഇത് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ദൈവവചനം തന്നെ നമ്മളോട് വ്യക്തമായിട്ട് പറയാം. ധനികരാകുവാൻ ആഗ്രഹിക്കുക, മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങളിലേക്ക് ചെന്നെത്തുക, ഇതൊക്കെ ദൈവവചനം തന്നെ നമ്മളോട് വ്യക്തമായിട്ട് പറയുക. അതിന്റെ അവസാനം നാശമാണെന്ന് തന്നെയാണ് ദൈവവചനം നമ്മോട് വ്യക്തമായിട്ട് പറയുന്നത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ, നമുക്കറിയാമല്ലോ. ആ വാക്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോ
ഈ വാക്യങ്ങൾ നമ്മോട് വ്യക്തമായിട്ട് പറയുന്നത് എത്ര ലഭിച്ചാലും തൃപ്തിയാകാത്ത, പിന്നെയും പിന്നെയും വാങ്ങിക്കൂട്ടുന്നതിൽ, പിന്നെയും പിന്നെയും ലഭിക്കുന്നതിൽ, പണമായിരുന്നാലും സമ്പത്തായിരുന്നാലും പിന്നെയും പിന്നെയും ലഭിക്കുന്നതിലുള്ള ഒരു സന്തോഷം, ഈ സന്തോഷം ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ഈ സന്തോഷത്തിന്റെ ഇത് ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഉളവാകുന്നതാ. അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ ഡയറക്ഷനിലുള്ള ഒരു സന്തോഷമല്ല. ഇനി ദൈവത്തിന്റെ ഡയറക്ഷനിലുള്ള സന്തോഷം നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് അവസാനം വളരെ ചുരുക്കമായിട്ട് 1-2 കാര്യങ്ങൾ അതിനെപ്പറ്റി കാണാം. പക്ഷെ ഇത് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, ഇത് ഒരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്ന സന്തോഷങ്ങളല്ല. ഇത് അത്യാഗ്രഹവും പിന്നെയും പിന്നെയും വാങ്ങിക്കൂട്ടണമെന്നുള്ള താല്പര്യവും ഒരിക്കലും തീരാത്തതായ മനുഷ്യന്റെ സ്വയമായ അല്ലെങ്കിൽ സ്വാർത്ഥതയിൽ നിന്നുളവാകുന്നതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇനിയും ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം, പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചൊഴിഞ്ഞുകൊള്ളുവിൻ, ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത്. കാരണം ഇതാണ് ദൈവവചനം പറയുന്നത്. അവന്റെ വസ്തുവക കൊണ്ട് യാതൊരു പ്രയോജനവും അവനുണ്ടാകുന്നില്ല. അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് ആ വസ്തുവകയല്ല. അപ്പം ദൈവവചനം ജീവനെ വെളിപ്പെടുത്താനാണ്. കർത്താവ് വന്നത് ജീവനെ വെളിപ്പെടുത്താനാണ്. അപ്പോൾ ഈ വസ്തുവക കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ ലോകം പലപ്പോഴും നമ്മുടെ ഇടയിൽ പോലും എത്ര കിട്ടിയാലും പിന്നെയും കിട്ടണമെന്നുള്ള നിലയിൽ അതിനെ, ഇപ്പം സഭകൾക്കൊക്കെ ആണെങ്കിൽ പോലും നമ്മളതിനെ അങ്ങ് മഹത്വവൽക്കരിക്കുക. ഞാൻ അതിന്റെ ഓറിയന്റേഷനാണ് പറയുന്നത്. അത് ആ ഒരു ദാഹം നമ്മിലുള്ളതാണ് ആ ലോകത്തിന്റെ അവസ്ഥ. അതിനെയാണ് പുറത്തു കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇതിന് പണം തെറ്റാണെന്നല്ല ഈ പറയുന്നത്. ഇതിനകത്തെ ആ ദിശയാണ് നമ്മൾ കാണേണ്ടത്. ഇനിയും ഇവിടെ നമ്മുടെ അടുത്തത് നമ്മൾ പറയുന്നത് സുഖങ്ങളും സന്തോഷവും മാത്രം ലക്ഷ്യം വെക്കുക. അത് ജഡത്തിന്റെ സുഖവും സന്തോഷത്തെ മാത്രം ലക്ഷ്യം വെച്ച് അത് മാത്രം ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണുക. ഇപ്പൊ ഇവിടെ ഫിലിപ്പിയർ 3-ാം അധ്യായം 19-ാമത്തെ നിലയിൽ അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയർ, അതായത് അവരുടെ ദൈവം വയറാ. അതായത് അവർക്ക് ഭക്ഷണത്തോട് ഭയങ്കര പ്രിയമാണ്. മനുഷ്യന്റെ സന്തോഷത്തോട്, മനുഷ്യന്റെ ശാരീരിക സന്തോഷത്തോട് ഫുഡ് കഴിക്കാൻ, അങ്ങനെ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ ജഡീകമായ കാര്യങ്ങളിൽ, ജഡീകം എന്ന് പറയുന്നത് ലോകപരമായ വിഷയങ്ങളിലേക്കുള്ള പ്രയോറിറ്റികളാണ് അവർക്കുള്ളത്. ഇനി അതുപോലെ മറ്റൊരു വാക്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൽഗുണ ദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി 2 തീമോഥെയോസ് 3:4-5 ആണ്. ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. അപ്പോൾ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി, ഇതിന് ഇംഗ്ലീഷ് വളരെ കൃത്യമാണ്. അതൊക്കെ ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ് മോർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി പ്ലഷേഴ്സിനെ, ഭോഗപ്രിയം മനുഷ്യനിൽ ഉണ്ടാകുന്നതിനെ പറ്റിയാണ് ആ വാക്യം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് സെക്യൂരിറ്റി. നമ്മുടെ ആശ്രയത്തിനായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷിതത്വത്തിനായി നമ്മൾ പല കാര്യങ്ങളെ ആശ്രയിക്കുന്നു. മുമ്പേ ഞാൻ പറഞ്ഞു, ബാങ്കിങ് അല്ലെങ്കിൽ ഇൻഷുറൻസ്. ഇതൊന്നും നിങ്ങളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നോ ഒന്നും അല്ല, അതിനെപ്പറ്റി അല്ല പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ പറയുമ്പോൾ ഇങ്ങോട്ട് നമ്മുടെ മനസ്സ് പോകുന്നത് കൊണ്ടാണ് ഇതിന്റെ ശരിക്കുള്ള അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാകാത്തത്. എന്താണ് ലോകമെന്നുള്ളതിനെ മനസ്സിലാകാത്തത്. പലപ്പോഴും നമ്മൾ ലോകം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വെള്ളയുടുപ്പിട്ട് നടക്കുക, അല്ലെങ്കിൽ ഷെയ്വ് ചെയ്ത് കളയുക, ഇങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ ലോകം എന്ന് പറഞ്ഞ് വർജിച്ച് കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം. കാരണം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ദിശയുണ്ട്, മനുഷ്യന്റെ ദിശ, മനുഷ്യന്റെ മഹത്വത്തിന്റെ ദിശ, മാനുഷിക മാനവരാശിയുടെ മഹത്വത്തിനായിട്ടുള്ള ഒരു ദിശ ഇതിന്റെ പിന്നിലുണ്ട്. ദൈവത്തിന്
മഹത്വം കൊടുക്കാത്ത ഒരു വസ്തുത ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് ലോകമെന്ന അവസ്ഥയായിട്ട് നമ്മൾ എതിർക്കേണ്ടത്, നമ്മൾ സ്നേഹിക്കരുതാത്തത് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത്. ഇവിടെ സുരക്ഷിതത്വം, ഇവിടെ നമുക്കറിയാം, വളരെ പരിചയമുള്ള വാക്യമാണ്. സങ്കീർത്തനങ്ങൾ 20:7 വാക്യം ഇങ്ങനെ പറയുന്നത്, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അപ്പം രഥങ്ങളിലും കുതിരകളിലും ലോകത്തിലെ സമ്പത്തിലും അനുഗ്രഹങ്ങളിലും ഒക്കെ ആശ്രയം വെക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് പറയുന്നത്. ഇനിയും അങ്ങനെയുള്ള ഒരു ആശ്രയത്തിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ്രയത്തിന്റെ രീതി ലോകത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 12:19 വാക്യം, എന്നിട്ട് എന്നോട് തന്നെ, നമുക്കറിയാം ധനവാനായ ഒരു മനുഷ്യന്റെ കാര്യമാണ്, നിനക്കും ഏറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു ഇരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഒരു മനുഷ്യന്റെ രീതി. അതായത് ധാരാളം നിനക്ക് വേണ്ടി ഞാൻ സ്വയമായിട്ട് ഒരുക്കി വെച്ചേക്കുവാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. കാരണം പിന്നീട് എന്റെ കാര്യം ഓക്കെ ആയി, എനിക്കിനിയും വേറെ ഒന്നിനേക്കും നോക്കണ്ട, ഞാൻ ഫുള്ളി പെർഫെക്റ്റ് ആയി എന്നാണ് ഈ ലക്ഷ്യം. കാരണം ഇവിടെ ദൈവത്തിന് മഹത്വമില്ല, ദൈവത്തിൽ ആശ്രയമില്ല, ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കാതെ അതിനൊരു ആൾട്ടർനേറ്റീവ്, അതിനൊരു വേറെ ഒരു ആശ്രയത്തിന്റെ മേഖല കണ്ടെത്തുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മാനുഷികമായതിൽ മഹത്വം എടുക്കുകയും മഹത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തെ ഇവിടെ വ്യക്തമായിട്ട് കാണുകയാണ്. ഇതാണ് ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന ലോകത്തിന്റെ അനുഭവം. ഞാൻ പെട്ടെന്ന് ജഡമോഹം എന്നുള്ളൊരു വിഷയം പെട്ടെന്ന് ക്ലോസ് ചെയ്യുക, നമ്മുടെ മുമ്പിൽ സമയം വളരെ വേഗം പോവുകയാണ്. ഇവിടെയും, അതായത് 1 തീമോഥെയോസ് 6:17 വാക്യം നമ്മളോട് പറയുന്നു, ധനവാന്മാരോട് നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, നമുക്ക് ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് എന്ന് പറയും. അപ്പൊ നമ്മുടെ സന്തോഷം എവിടെ ആയിരിക്കണം? നിശ്ചയമില്ലാത്ത ധനത്തിലല്ല എന്ന് ക്ലിയർ ആയിട്ട് പറയാം. കാരണം ഇതാണ് ലോകത്തിന്റെ രീതി എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. രണ്ടാമത് നമ്മുടെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ 2:16 പറയുന്ന കാര്യം കൺമോഹം എന്നുള്ളതാണ്. കൺമോഹം എന്ന വിഷയത്തെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കാണുമ്പോൾ ഒരുപാട് കാര്യം നമുക്ക് ആ വിഷയത്തോട് അനുബന്ധിച്ച് ചിന്തിക്കാനുണ്ട്. അതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കുള്ളത് കണ്ടിട്ട് അത് ലഭിക്കാനുള്ള ഒരു മോഹം, മറ്റുള്ളവരെ കണ്ടിട്ട് അല്ലെങ്കിൽ പല വിഷയങ്ങളെ കണ്ടിട്ട് അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ എന്നുള്ള ഒരു മോഹം. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൗവയുടെ കാര്യത്തിൽ നമുക്കിത് കാണാം. ആ ഫലം കാണുവാൻ നല്ലതെന്ന് അവൾ കണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഡിസയർ ഓഫ് ദ ഐസ്, കാണുമ്പോൾ തോന്നുന്ന മോഹം. അത് ഇതിന്റെ പിന്നിൽ ഇന്നത്തെ ലോകത്ത് വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ബ്രാൻഡിങ്. പേര് മാത്രം ഉള്ളത് കൊണ്ട് ആളുകൾ സാധനങ്ങൾ മേടിക്കുക, കാരണം ബ്രാൻഡിങ്. അത് ക്വാളിറ്റി ഉള്ള ബ്രാൻഡുകളെ പറ്റി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ ക്വാളിറ്റിയുടെ പേരിൽ ഒരു സാധനം വാങ്ങി ഇടുന്നതിനെ പറ്റിയല്ല. പേര് മാത്രം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി, ആൾക്കാരുടെ മുമ്പിൽ ഇതുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി വിലയുണ്ട്, ഒരു ഐഫോൺ എടുത്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരു ഇച്ചിരി വിലയുണ്ട് എന്നുള്ള ഒരു ബ്രാൻഡിങ്. ഇനി ലക്ഷറി ആയിട്ട്, അതായത് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളോട് തോന്നുന്ന മോഹം, താല്പര്യം, ഒരാവശ്യവും പലപ്പോഴും ഉണ്ടാകത്തില്ല, പക്ഷെ അപ്രകാരമുള്ള ചില മോഹം. ഇനി രണ്ടാമത്, ഇന്നത്തെ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരുടെ ജീവിതത്തെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് കാണിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതിനോട് തോന്നുന്ന കമ്പം, അവരുടെ ജീവിതത്തിൽ ഭയങ്കര സംഭവങ്ങളാണല്ലോ നടക്കുന്നത് എന്ന് തോന്നുന്ന, ഇതൊക്കെ നമുക്കറിയാം, ഇതൊക്കെ വെറും പൊയ് മുഖങ്ങളാണ്, പൈസ ഉണ്ടാക്കാൻ ഓരോരുത്തർ ചെയ്യുന്നതാണ്. പക്ഷെ ഇതെല്ലാം ഒരു തരത്തിൽ ലോകത്തിന്റെ കൺമോഹത്തെ ജനിപ്പിക്കുന്ന വിഷയങ്ങളാണ്. സെലിബ്രിറ്റി കൾച്ചർ, ഇന്നത്തെ വലിയൊരു വിഷയമാണ്. സെലിബ്രിറ്റികളുടെ പുറകെ നടക്കുന്ന ഒരനുഭവം, അങ്ങനെ മറ്റുള്ളവരുമായിട്ട് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുന്ന ഒരനുഭവം, അതിൽ നിന്നുണ്ടാകുന്ന തൃപ്തിയില്ലായ്മയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളാണ്. അടുത്ത ഒരു കാര്യം ഇതിനകത്തെന്ന് പറഞ്ഞാൽ എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ മീഡിയ, സിനിമ, സീരീസ് തുടങ്ങിയ പല മീഡിയ. ഇന്നത്തെ വാർത്തകൾ പോലും പലപ്പോഴും ഈ ഒരു എന്റർടൈൻമെന്റിനായിട്ടാണ്. അതായത് ഇതിന് ഈ വാർത്ത കാണുന്നതോ, അല്ലെങ്കിൽ ഇപ്പം നല്ല മൂല്യമുള്ള ഒരു സിനിമ, ഒരു കഥ ആ തരത്തിൽ കാണുന്നതിനെയോ അല്ല ഇവിടെ
നമ്മൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ മറ്റൊരു മുഖമുണ്ട് ഇതിന്. അതായത് അതിനകത്തെ കുറച്ച് സെലിബ്രിറ്റികളെ പൊക്കിക്കൊണ്ട് നടക്കുക, അവരോട് നമുക്ക് ഭയങ്കര ആരാധന ഉണ്ടാകുക, ഇവർ ചെയ്യുന്ന കാര്യമാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് തോന്നുക, അതുപോലെ ചെയ്യാനുള്ള ആഗ്രഹം നമ്മൾ ജനിക്കുക, അതുപോലെ അടുത്ത പടം അല്ലെങ്കിൽ അടുത്ത സീരീസിനായിട്ടുള്ള വെയിറ്റിംഗ്, ഇതെല്ലാം ഇതിന്റെ പിന്നിലുള്ള ലോകത്തിന്റെ ഒരു വിഷയമാണ്. ഇത് കൺമോഹത്തിന്റെ ഇന്നത്തെ അനുഭവമാണ്. കൺമോഹത്തിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ മോഹം ജനിക്കുക എന്നുള്ളതാണ്. മറ്റ് വിഷയങ്ങൾ കണ്ട് നമ്മളിൽ മോഹം ജനിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒരുപക്ഷെ ഇനി ഞാൻ അടുത്ത ആഴ്ച എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ജീവനത്തിന്റെ പ്രതാപം അടുത്ത ആഴ്ച എടുക്കുകയും മറ്റു വിഷയങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ കൺമോഹത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുണ്ടോ, 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് തന്നെ പറയുന്നത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. പക്ഷെ പിന്നീട് ദൈവത്തിന്റെ സന്നിധി ഇരുന്നപ്പോഴാണ് ഇതിനകത്തൊന്നും ഒരു കാര്യവും ഇല്ല, ദൈവം കൂടെ ഉണ്ടെങ്കിലേ എന്തെങ്കിലും കാര്യമുള്ളെന്ന് മനസ്സിലായി. കാരണം അതുപോലെ ലോകം കൺമോഹം വശീകരിച്ചു കളഞ്ഞ ആ മനുഷ്യനെ പോലും, ആസാഫിനെ പോലും. അപ്പോൾ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് ഞാനത് കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. കണ്ടിട്ട് തോന്നുന്ന ഒരു മോഹം, കണ്ടിട്ട് തോന്നുന്ന ഒരു ആഗ്രഹം ആണ് പലപ്പോഴും ഈ ഒരു വിഷയത്തിന് പിന്നിലുള്ളത്. ഇനിയും ഇവിടെ നമുക്കറിയാം, 1 ശമൂവേൽ 8-ാം അധ്യായം 5-ാം വാക്യത്തിന് ഇസ്രായേൽ ജനം ശമൂവേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല, ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്കൊരു രാജാവിനെ നിയമിച്ചു തരണമേ. നോക്കണേ, സകല ജാതികൾക്കും ഉള്ളതുപോലെ. അപ്പൊ അവര് ചുറ്റുമുള്ളതിനെ കണ്ടിട്ട് അതുപോലെ ഒന്ന് ഞങ്ങൾക്ക് വേണം. ഇതിന്റെ ഫലം നമ്മൾ മനസ്സിലാകുന്നത് ദൈവത്തിന് പോലും വിഷമം ഉണ്ടായ ഒരു കാര്യം. കാരണം ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന്, ദൈവത്തിന്റെ ഉള്ള ആശ്രയത്തിൽ നിന്ന്, ദൈവത്തിന്റെ അധികാരത്തിൽ നിന്ന് മാറി ലോകത്തിലുള്ളതിനെ, മറ്റ് ജാതികളുടെ ഇടയിലുള്ളതിനെ ആഗ്രഹിക്കുക. അപ്പൊ ഇവിടെ മഹത്വം ആർക്കാണ് പോകുന്നത്? ആരുടെയാണ് അധികാരം? ആരുടെയാണ് പേര് വരുന്നത്? ഇതാണ് ചോദ്യം. ഇനി വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളോടുള്ള മോഹം, താല്പര്യം, ഇത് നമ്മൾക്കറിയാം. മീഡിയ ഒരു നീച കാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വെക്കയില്ല. അത് നമ്മുടെ ഒരു തീരുമാനമായിരിക്കണം. പല നീച കാര്യങ്ങളും നമ്മുടെ കണ്ണിന് മുമ്പിൽ വെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ അതിന് നമ്മൾ വഴങ്ങിക്കൊടുക്കരുത്. ഇനി ഞാൻ അടുത്ത വാക്യം വായിക്കുന്നില്ല, വാക്യം എടുക്കുന്നില്ല. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ആഖാൻ എന്നൊരു മനുഷ്യന് ഹായി പട്ടണം കീഴടക്കാൻ പോയപ്പോൾ അവിടുത്തെ വിലപിടിപ്പുള്ള വസ്തുക്കളോട് ഭ്രമമുണ്ടായിട്ട് അവനതെടുത്ത് പാത്തുവെച്ചു. അതിന്റെ ഫലം ആ ഇസ്രായേൽ ജനം അനുഭവിച്ചത് വലിയ കെടുതികൾ അത് നിമിത്തം അനുഭവിക്കേണ്ടി വന്നു. നോക്കണമേ, എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അതിനോടൊരു ഭ്രമം ഉണ്ടാകുക. വിലപിടിപ്പുള്ള വസ്തുക്കളോട്, വിലപിടിപ്പുള്ള സാധനങ്ങളോട്, മറ്റുള്ളവരുടെ വിഷയങ്ങളോടൊക്കെ ഒരു താല്പര്യം ഉണ്ടാകുക. ഞാൻ ഇന്ന് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുക, ഈ പലപ്പോഴും ലോകത്തിൻ്റെ ശരിക്കുള്ള ആ ഒരു ഓറിയന്റേഷൻ, ദിശ ദൈവപ്രമാണങ്ങൾക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വിപരീതമാണ്. കാരണം ദൈവവചനം നമ്മളോട് പറയുന്ന എല്ലാ വിഷയങ്ങളും നാം തമ്മിൽ സ്നേഹിക്കാനും തമ്മിൽ കീഴടങ്ങുവാനും, നാം നമ്മുടെ മാത്രം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കണമെന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ലോകം വർക്ക് ചെയ്യുന്നത്, ഇത് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന പഠനം അനുസരിച്ച് സകല കാര്യങ്ങളും, ഇന്നത്തെ ലോകത്തിന്റെ സാമ്പത്തികമായ സകല കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് സ്വാർത്ഥത, സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിനെ ബേസ് ചെയ്തിട്ടാണ്. പക്ഷെ കർത്താവ് പറഞ്ഞ ജീവനെ കൊടുത്തുള്ള സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ജീവനത്തിന്റെ പ്രതാപം എന്നുള്ള വിഷയം വായിക്കുമ്പോൾ നമുക്ക് പിന്നെയും മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കോമ്പറ്റീഷൻ, ലോകത്തിലെ മത്സരങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ലോകത്തെ നിലനിർത്തുന്നത് നമുക്ക് കാണാം. പക്ഷെ എന്നാൽ ദൈവവചനം അതിനെല്ലാം വിപരീതമായിട്ടാണ് സംസാരിക്കുന്നത്. പലപ്പോഴും ഈ വിഷയങ്ങൾ, ലോകത്തിന്റെ പുരോഗതി, മനുഷ്യന്റെ പുരോഗതി, മനുഷ്യന്റെ വളർച്ച, ഉന്നമനം എന്നൊക്കെയുള്ള വിഷയങ്ങൾ നമ്മുടെ ഇടയിലും നമ്മുടെ പ്രസംഗങ്ങളിലും ഒക്കെ കടന്നു വരാറുണ്ട്. എന്നാൽ അതിലെ ലോകത്തിന്റെ ഫാക്ടർ എന്തെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നടക്കുക എന്നുള്ളത് ഏറ്റവും
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവവചനത്തിൽ. ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ഓർത്തു താൻ സകല വിഷയത്തിലും നീതിമാനാണ്, സകല ന്യായപ്രമാണത്തിന്റെ സകല കൽപ്പനകളും താൻ പാലിക്കുന്നവനാണ്. എന്നാൽ കർത്താവിനോട് ചോദിച്ചു, നിന്റെ ചുറ്റുമുള്ള ദരിദ്രന്മാർക്ക് നിന്റെ സമ്പത്ത് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ അവനിലെ ലോകം പുറത്തു വന്ന് അവനത് താങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിലായോ? പലപ്പോഴും ഇത് ആരും അറിയാതെ നമ്മളിൽ ഉള്ള ഒരു അനുഭവമാണ് ലോകം എന്നുള്ളത്. എന്നാൽ അതിനെ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ വലിയൊരു ആത്മീയ ബോധമാണ് നമ്മിൽ ഉളവാകുന്നത്. അപ്രകാരമുള്ളൊരു ബോധ്യം ദൈവം നമുക്ക് നൽകട്ടെ. അടുത്ത ആഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ.